ഉണ്ടാക്കുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് 2 ഐറ്റംസാണ്. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോലരിയാണ് കുതിർത്തി വെച്ചത്. കോലരി മീൻസ് നെയ്ച്ചോറൊക്കെ വെക്കുന്ന കായമ അല്ലാത്തൊരു അരിയുണ്ട്, അതാണ്. അതിന് പച്ചരി ആയാലും മതി. കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ചോറും ഇട്ടിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നുണ്ട്. ഇന്ന് അടിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നത്, ആ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക ചെയ്ത്. വെള്ളപ്പം വേണമെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കാം, പിന്നെ ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇവിടെ ദോശ ചുട്ടെടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ജീരകവും ഏലക്കായും പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഈ ഉരുക്കിയ ഈ ശർക്കരയും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കില്ലേ, അതായത് കൽത്തപ്പം കുക്കറപ്പം എന്നൊക്കെ പോലെ അതുപോലെ കുക്കറപ്പം പോലെ ചുട്ടെടുക്കുക ചെയ്യുന്നത്. അതെല്ലാം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് ഒരു നുള്ളുപ്പും. ഉപ്പ് നമ്മൾ മാവിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചിട്ട് ചെറു തീയിൽ, അതായത് സിമ്മിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല അപ്പമായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു പലഹാരമായിട്ട്, ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമായിട്ട് കിട്ടും. വെള്ളപ്പം അല്ലെങ്കിൽ ഇതുപോലെ അരി തേങ്ങ വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുമ്പം അതിൻ്റെ മാവ് നമ്മൾ രാവിലെ ചുട്ട് തന്നെ ബാക്കി വരുമ്പം ഇതേപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെക്കാറല്ലേ പതിവ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കുട്ടി അന്ന് ഈവനിങ്ങിൽ ചായക്കടിയുമായി ഇതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്